ഇത് നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം. തൃശൂർ നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ വടക്കുമാറി കുറ്റൂർ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂരത്തിൽ പങ്കെടുക്കുന്നത് ഭഗവതിയാണെങ്കിലും ശിവനാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. നെയ്യ് നിറച്ച താലത്തിലിരുന്നത് കൊണ്ടാണ് ഈ ദേവിക്ക് നെയ്തലക്കാവിലമ്മ എന്ന് പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. കുറ്റൂർ, പാമ്പൂർ, ആട്ടൂർ എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേർന്ന തട്ടകത്തിന്റെ അതിദേവതയാണ് ഈ ദേവി. പ്രധാന മൂർത്തിയായ ശിവൻ നാലമ്പലത്തിനകത്ത് കിഴക്കോട്ട് ദർശനമായും ഭഗവതി പടിഞ്ഞാറോട്ട് ദർശനമായുമാണ് ഇരിക്കുന്നത്. ക്ഷേത്രദേവന്റെ പാദമായ ഗോപുരം കടന്ന് മതിലകത്തേക്ക് കടന്നാൽ ഇടതുവശത്തായി പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് നെയ്തലക്കാവിലമ്മയുടെ ശ്രീകോവിൽ. നെയ്തലക്കാവിലമ്മയുടെ ശ്രീകോവിൽ മേൽക്കൂരയില്ലെന്നത് പ്രത്യേകതയാണ്. വെയിലും മഞ്ഞും മഴയും കൊള്ളുന്നതാണ് ഇവിടുത്തെ ദേവിക്കിഷ്ടം. അതിനാൽ വനദുർഗ സ്വരൂപത്തിലുള്ള ദേവിയാണ് നെയ്തലക്കാവിൽ സാന്നിധ്യം ചെയ്തിരിക്കുന്നത്. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വലിയ ആൽമരങ്ങളും ഏഴിലം പാലയും ഈ ക്ഷേത്രത്തിന് മാറ്റുകൂട്ടുന്നു. കേരളീയ വാസ്തുശില്പകലയുടെ ചാരുതയോടെ നിർമ്മിച്ച കൂറ്റൻ ഗോപുരങ്ങളും ഇതിലെ കൊത്തുപണികളും ഏറെ മനോഹരമാണ്. ക്ഷേത്രത്തിനു മുന്നിൽ വടക്കുവശത്തായി സുന്ദരമായ കൽപ്പടവുകൾ കെട്ടിയ ക്ഷേത്രക്കുളവുമുണ്ട്. മീനമാസത്തിലെ അശ്വതി നാളിൽ ശിവന്റെയും മീനമാസത്തിലെ മകീരം നാളിൽ ദേവിയുടെയും പ്രതിഷ്ഠാദിനമായി ആചരിക്കുന്നു. പൂരത്തിന് കൊടികയറിക്കഴിഞ്ഞുള്ള 7 ദിവസവും ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ എന്നിവ പതിവുണ്ട്. എന്നാൽ ദിവസവും പറയെടുപ്പ് പതിവില്ല. കൊടിയേറി 4-ാം ദിവസം വൈകിട്ട് 4 മണിക്ക് അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിലേക്ക് ദേവി പുറപ്പെടും. അയ്യന്തോൾ ഭാഗത്തെ പറയെടുപ്പിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. തൃശൂർ പൂരത്തിന് തലേ ദിവസം ഈ ദേവിക്കൊരു പ്രത്യേക ചുമതല കൂടിയുണ്ട്. പൂര ദിവസം ആദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ദേവഗുരുവായ കണിമംഗലം ശാസ്താവിനു വേണ്ടി തെക്കേ ഗോപുരനട തുറക്കുക എന്നതാണ് ദേവിയുടെ ചുമതല. പൂര ദിവസം വടക്കുന്നാഥനിലെത്തുന്ന മിക്ക ദേവീദേവന്മാരും തെക്കേ ഗോപുരം വഴി കടക്കാറുണ്ട്. പൂരത്തലേന്ന് രാവിലെ ആറാട്ടിനു ശേഷം 8:30 നടപ്പാണ്ടിയുടെ അകമ്പടിയോടെ ദേവി ഒരാനപ്പുറത്ത് വടക്കുംനാഥനിലേക്ക് പുറപ്പെടും. ആ എഴുന്നള്ളിപ്പ് മണികണ്ഠനാലിലെത്തിയാൽ പാണ്ടിമേളം തുടങ്ങുകയായി. തുടർന്ന് ദേവി പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്ത് കടന്ന് വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം തുറന്നിട്ട ശേഷം ക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. തെക്കേ ഗോപുരം തുറന്നിട്ട ശേഷം നെയ്തലക്കാവിലമ്മ വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്തെത്തിയാൽ നിലപാട് തറയിൽ എഴുന്നള്ളി നിൽക്കും. അപ്പോൾ 3 പ്രാവശ്യം ശംഖ് മുഴങ്ങും. തുടർന്ന് നിലപാട് തറ വലം വച്ച് മടങ്ങും. പൂര ദിവസം രാവിലെ ശുദ്ധികലശം, ആറാട്ട് എന്നിവയ്ക്ക് ശേഷം 8:30 നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ ദേവി വടക്കുംനാഥനിലേക്ക് പുറപ്പെടും. പോകുന്ന വഴിയിലെല്ലാം നിറപറകൾ വെച്ചും നിലവിളക്കുകൾ കത്തിച്ചുവെച്ചും ഭക്തർ ദേവിയെ സ്വീകരിക്കാറുണ്ട്. എഴുന്നള്ളിപ്പ് നടുവിലാലിലെത്തിയാൽ ഗണപതി ആൽത്തറയിൽ ഇറക്കി വയ്ക്കും. അയ്യന്തോൾ പൂരം അവസാനിക്കുന്നതോടെ രാവിലെ 11 മണിക്ക് പാണ്ടിമേളത്തിന്റെയും 11 ആനകളുടെയും അകമ്പടിയോടെ നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. മേളം 1 മണിയോടെ ശ്രീമൂലസ്ഥാനത്ത് കൊട്ടിക്കലാശിച്ച ശേഷം പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങും. തുടർന്ന് സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കും. പിന്നെ കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവ നടക്കും. രാത്രിയിലെ പൂരം തുടങ്ങുന്നതുവരെ ദേവി പഴയ നടക്കാവിലുള്ള കാർത്യായനി ക്ഷേത്രത്തിലാണ് വിശ്രമിക്കുക. അവിടെ സന്ധ്യയ്ക്ക് ദീപാരാധന നടക്കും. രാത്രിയിലും രാവിലത്തേതുപോലെ പൂരം നടത്തി ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ കയറി നിന്ന് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. ഉത്രം വിളക്കോടുകൂടിയാണ് നെയ്തലക്കാവിലമ്മയുടെ പൂരാഘോഷങ്ങൾ സമാപിക്കുക. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും ഒരാനപ്പുറത്തുള്ള കൊടിക്കൽ പൂരവും നടക്കും. പൂരം തെക്കേ ഗോപുരം വഴി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭഗവതി ക്ഷേത്രത്തിന് ചുറ്റും ആനപ്പുറത്ത് 7 ഓട്ടപ്രദക്ഷിണം നടത്തും. ദേവിയെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച ശേഷം ആന ഭഗവതിയുടെ മുന്നിലെ കൊടിമരവും തുടർന്ന് അന്തിമഹാകാളൻ കാവിന്റെ മുന്നിലെ കൊടിമരവും ഇളക്കുന്നതോടെ 1 വർഷത്തെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും.